ചത്താലും എന്റെ ശവം പോലും എന്നെ വന്ന് കാണണ്ട. കൊല്ലം സുധിയുടെ വിയോഗത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് രേണു സുധിയുടേത്. അവർ ചെയ്ത മോഡലിംഗ് ചിത്രങ്ങളും റീൽസുകളുമെല്ലാം പലപ്പോഴും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. വിമർശനങ്ങൾ കടുക്കുന്ന ഇടയിലാണ് രേണുവിന് ക്യാൻസർ ബാധിക്കുന്നത്. രോഗ അവസ്ഥയിലായ രേണുവിനെ കാണാൻ സുധിയുടെ മൂത്ത മകൻ കിച്ചു എന്തുകൊണ്ട് വന്നില്ല? 11 വയസ്സ് മുതൽ അവനെ നോക്കി വളർത്തിയ അമ്മയല്ലേ എന്നൊക്കെയായിരുന്നു സാമൂഹ്യ മാധ്യമത്തിൽ പിന്നീട് ഉയർന്നു വന്ന ചോദ്യങ്ങൾ. ഒടുവിൽ ഒട്ടേറെ പേരുടെ ചോദ്യങ്ങൾക്കും പരിഹാസങ്ങൾക്കും നടുവിൽ നിന്നുകൊണ്ട് കിച്ചു അമ്മയെ കാണാൻ വീട്ടിലെത്തിയെങ്കിലും ആശുപത്രിയിൽ ആയിരുന്ന രേണുവിനെ കാണാൻ കിച്ചുവിന് കഴിഞ്ഞില്ല. അത് കഴിയാതെ അവിടെ നിന്നും മടങ്ങേണ്ടി വന്നു. താൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലം അമ്മയിൽ നിന്ന് അകന്നു നിന്നതെന്ന് വെളിപ്പെടുത്താൻ കിച്ചുവിനെ പ്രേരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിലെ നിരന്തരമായ ചോദ്യങ്ങളായിരുന്നു. രേണുവിൽ നിന്ന് അകന്നു നിൽക്കാൻ കിച്ചുവിന് കൃത്യമായ കാരണങ്ങളുണ്ടായിരുന്നു. രേണു തുടങ്ങിയ സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ കണ്ട് ചോദിച്ചു, ഇത് വളരെ മോശമല്ലേ? നിങ്ങളുടെ ഇളയ മകൻ പോലും ഇത് കാണില്ലേ? എന്നാൽ അന്ന് രേണു നൽകിയ മറുപടി, ഇതിൽ എന്ത് കുഴപ്പമാണുള്ളത്? എനിക്ക് ഇതിലൂടെ മാസം 2.5 ലക്ഷം രൂപ ലഭിക്കുന്നുണ്ട് എന്നായിരുന്നു രേണു കിച്ചുവിന് നൽകിയ മറുപടി. ഈ ചാറ്റുകൾ പുറത്തുവിട്ടാണ് അമ്മ ചെയ്യുന്ന മോശമായ തരത്തിലുള്ള വീഡിയോകൾ അതാണ് തന്നെ അവരുമായി സമ്പർക്കം പുലർത്തുവാൻ വിസമ്മതിപ്പിച്ചതെന്ന് കിച്ചു പറയുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അമ്മ ചെയ്യുന്ന മോശമായ തരത്തിലുള്ള വീഡിയോകൾ കണ്ടപ്പോൾ ഒരു മകൻ എന്ന നിലയിൽ കിച്ചുവിന് അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. മകൻ്റെ വീഡിയോ പുറത്തു വന്നതോടെ വലിയ മാനസിക വിഷമത്തിലായ രേണു സുധി കിടക്കയിൽ കിടന്നുകൊണ്ട് അതിന് മറുപടി നൽകുകയാണ്. കിച്ചുവിനോട് അനുവാദം ചോദിച്ചാണ് താൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതെന്നതിന് തെളിവായി പഴയ ചാറ്റുകൾ അവർ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നു. തുടക്കത്തിൽ 500 സബ്സ്ക്രൈബേഴ്സായി എന്ന് പറഞ്ഞപ്പോൾ കിച്ചു നല്ലത് എന്നാണ് മറുപടി നൽകിയത്. അന്ന് മകൻ എതിർത്തിരുന്നെങ്കിൽ താൻ അത് ചെയ്യുമായിരുന്നില്ലെന്നാണ് രേണു പറയുന്നത്. ഒരു വശത്ത് ജീവന് വേണ്ടി ക്യാൻസറിനോട് പോരാടുന്ന രേണു, മറുവശത്ത് അമ്മയുടെ സോഷ്യൽ മീഡിയ ജീവിതം കണ്ട് മനം നൊന്ത് അകന്നു കഴിയുന്ന കിച്ചു. മുൻപ് ആപത്ത് ഘട്ടങ്ങളിൽ കൂടെ നിന്നതും പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങിയതും താനാണെന്ന് രേണു ഓർമ്മിപ്പിക്കുന്നു. ഇനിയൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാലു പിടിച്ച് രേണു മകനോട് അപേക്ഷിക്കുകയാണ്. എൻ്റെ സ്നേഹമോ പൈസയോ എനിക്ക് വേണ്ട. എൻ്റെ ഇളയ മകന് വേണ്ടി എനിക്ക് ജീവിച്ചേ പറ്റൂ. ദയവ് ചെയ്ത് എന്നെ ഇനിയും ദ്രോഹിക്കാതെ വെറുതെ വിടുക. സബ്സ്ക്രിപ്ഷനും സോഷ്യൽ മീഡിയയും എങ്ങനെയാണ് ഒരു കുടുംബത്തെ തകർക്കുന്നത് എന്ന് നമുക്ക് ഈ കഥയിലൂടെ കാണാം. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളും. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ കുഞ്ഞിനെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഞാൻ ക്യാൻസർ വന്ന് ഞാൻ മരിച്ചാൽ പോലും എനിക്ക് ഇനി ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസ വരെ ഞാൻ ഉറക്കമൊളിച്ച്, ഞാൻ ആത്മഹത്യ ചെയ്തത്, ഞാൻ ഉറക്കമൊളിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതളെ നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ അനുഭവിച്ച, ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി, എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെഷൻ. ഞാൻ സസ്പെഷൻ അല്ലേ തുടങ്ങുന്നത് നിയമപരമായിട്ട്.